വയനാട് വള്ളിയൂർക്കാവിലെത്തുന്നവർക്ക് ഇനി സൂര്യകാന്തി പാടവും ആസ്വദിക്കാം. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള വള്ളിയൂർക്കാവ് ക്ഷേത്ര മഹോത്സവത്തിനനുബന്ധിച്ചാണ് ഈ പൂപ്പാടം ഒരുക്കിയിരിക്കുന്നത്. വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിനടുത്ത് 2.5 ഏക്കർ ഭൂമിയിലാണ് മനോഹരമായ സൂര്യകാന്തിപ്പാടം ഒരുക്കിയിരിക്കുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഓരോ വർഷവും വള്ളിയൂർക്കാവ് ഉത്സവത്തിനെത്തുക. ഉത്സവാഘോഷത്തോടൊപ്പം ഇത്തവണ ഈ പാടവും സന്ദർശകർക്ക് ആസ്വദിക്കാം. ഗുണ്ടിൽപേട്ടിൽ പോയി കണ്ടപ്പം നമ്മുടെ ഇവിടെ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അങ്ങനെ നോക്കിയതാണ്. പറ്റുമോയെന്ന് അറിയില്ലല്ലോ, എല്ലാവരും ഇത്രയും യാത്രയൊക്കെ ചെയ്ത് ദൂരെ പോയി കാണുന്നു. അപ്പം നമുക്കിവിടെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അത്രയും 3 മാസം കൊണ്ടാണ് പൂർണ്ണമായും സൂര്യകാന്തി വിളയിച്ചെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളും സന്ദർശകരുടെ മനം കവരുകയാണ്. ആദ്യമായാണ് വള്ളിയൂർക്കാവിൽ സൂര്യകാന്തി പൂപ്പാടം ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 15 തൊട്ട് 28 വരെയാണ് ഉത്സവം. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഗുണ്ടിൽപേട്ട അതേ സ്ഥിതി ഇവിടുന്ന് ഇത്രയും വണ്ടിക്കൂലി മുടക്കല്ല അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ പോയി കണ്ടപ്പോൾ ഇവിടെ എങ്ങനെ ഒന്ന് ചെയ്യാന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് 65 ദിവസം കൊണ്ട് ഇത് പൂവാകും. സൺഫ്ലവർ ഈ പൂ 1 മാസം നിൽക്കുകയും ചെയ്യും. അതിനുശേഷം അത് എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസ്പോസൽ ചെയ്യും. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് പ്രവേശന നിരക്ക്. ഉത്സവത്തിന് മുമ്പ് തന്നെ പൂപ്പാടം കാണാൻ സന്ദർശകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വള്ളിയൂർക്കാവ് ക്ഷേത്ര മഹോത്സവം കാണാനെത്തുന്നവർക്ക് ഇത്തവണ മനോഹരമായ സൂര്യകാന്തിപ്പാടവും തയ്യാറായിട്ടുണ്ട്. ക്ഷേത്ര കവാടത്തിനോട് ചേർന്ന് 2.5 ഏക്കറിലാണ് മനോഹരമായിട്ടുള്ള ഈ പൂപ്പാടം ഒരുക്കിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1, വയനാട്.